നമ്മളെ കോഴിക്കോട് ലുലു മാൾ വന്നിട്ട് നമ്മൾ പോയില്ല എന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ? അപ്പം നമ്മൾ നാലാളും കൂടി ഇന്ന് കോഴിക്കോട് ലുലു മാളിലേക്ക് പോവാണ്. കുറേ ആയി പോകുന്ന, അവിടെ ഭയങ്കര തിരക്കാണ്, ബ്ലോക്കാണ്, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇന്ന് നമ്മൾ ഇതാ പോവാണ്. അപ്പോൾ യാമിക്കുട്ടൻ സ്വന്തമായിട്ട് ഇൻട്രോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഓരോ സൗണ്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ വണ്ടിയിൽ കയറി. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് നേരെ വീട്ടിലേക്ക് വണ്ടി എത്തില്ല. അപ്പോൾ നമ്മൾ പുറത്താണ് വണ്ടി പാർക്ക് ചെയ്യുക. അപ്പോൾ വണ്ടി കയറി. അപ്പോൾ നമ്മൾ ഫറൂഖ് പുതിയ പാലത്തിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുതിയ പാലത്തിൻ്റെ ഇപ്പോഴത്തെ റിനോവേഷൻ വർക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു ലുക്കാട്ടോ ഇത്. നല്ല ഭംഗിയില്ലേ, പെയിൻ്റൊക്കെ അടിച്ച നല്ല കളർഫുള്ളായിട്ട് അങ്ങനെ. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുക. പാലം കാണാൻ വേണ്ടി കേട്ടോ ഫുള്ളായിട്ട് എടുത്തത്. നമ്മൾ യാനീനെയായിട്ട് അങ്ങനെ പുറത്തൊന്നും അധികം പോയിട്ടില്ല, കുറച്ച് വലുതായതിന് ശേഷം. അപ്പോൾ ഇന്നാണ് കംപ്ലീറ്റ്ലി നമ്മൾ പുറത്തൊന്ന് നന്നായിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ എവിടെയെങ്കിലും പോയി, ബീച്ചിലൊന്നും പോയിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോകുന്നൊരു പ്ലാനും കൂടെ ഉണ്ട് ഇന്ന്. അപ്പോൾ നമ്മൾ ലുലുവിൽ എത്തിയിട്ടോ. ഒരു ഉച്ച ടൈമിലാണ് പോയത്, 1 മണി 1:30 ടൈമിൽ. അവിടെ അധികം ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തി. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ മൊത്തത്തിൽ നോക്കുക, ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തിരക്കാനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഷോപ്സിലൊന്നും കയറിയൊന്നുമില്ല. നമ്മൾ നേരെ ഇങ്ങനെ ഫുള്ളൊന്ന് കറങ്ങി. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവിടെ കാര്യമായിട്ടൊന്നുമില്ല. മെയിനായിട്ട് ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് ഉള്ളത്, ഷോപ്സൊക്കെ കുറവാണ് എന്നുള്ളത്. നമ്മൾ അവിടെ ഒന്നും കയറില്ല, ജസ്റ്റ് പുറത്തുനിന്ന് മാത്രം നോക്കി ഇങ്ങനെ പോരാണ്ടായത് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമുള്ളൂ, നമ്മളൊന്ന് പോകണം എന്നോർത്ത് മാത്രം വന്നതാണ്. അതൊന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിട്ടോ, അങ്ങനെയൊന്നും വന്നതല്ല. പിന്നെ നമ്മൾ ഹൈപ്പറിൽ കയറി. ഹൈപ്പറിൽ ഇതാ ട്രോളിയിൽ ഞാനിനെ ഇരുത്തി. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അവൾ ഒന്നും വാങ്ങിക്കാണ്ടായിട്ടൊന്നും അല്ല കേട്ടോ, ചുമ്മാ ഞാനിനെ കയറ്റാൻ വേണ്ടിയിട്ട് എടുത്ത ട്രോളിയാണ്. യാമിക്കുള്ള ചെറിയ സാധനങ്ങൾ, പെന്ന്, പെൻസിൽ, അങ്ങനത്തെ കുറേ വെറൈറ്റീസ് പീസസ് അതൊക്കെയാണ് വാങ്ങിച്ചേട്ടോ പോയിട്ട്. പിന്നെ അതവിടെ ക്രിസ്മസ് ആയത് കാരണം ക്രിസ്മസിൻ്റെ പ്രത്യേക ഒരു കൗണ്ടർ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും ഓരോ ക്രിസ്മസിന് നമ്മൾ ഡെക്കറേറ്റീവ് ഐറ്റംസും ക്യാപ്പും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. അവിടെ നിന്ന് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞാൽ യാമി ചവിട്ട് നാടകം കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം എന്തേലും വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, എയർബോ ഒക്കെ എടുത്തിട്ടോ, ഒരു ഡിയറിൻ്റെ കൊമ്പൊക്കെ ആയിട്ടുള്ള. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് കാണാനൊക്കെ ഫോട്ടോസിൽ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷം. അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്രിസ്മസ് സോങ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു അവിടെ. പിന്നെ ഇതാ യാമിക്ക് വേണ്ടി ഒരു സ്കെയിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ സ്കെയിലിന് വേണ്ടി യാനിക്ക് അടി. അപ്പോൾ ഞാനിയോടെ ഏട്ടത് വാങ്ങിക്കുമ്പോൾ കരയുന്ന നോക്കുക, പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ അതാ കിട്ടിയപ്പോൾ സന്തോഷമായി. അപ്പോൾ യാമി പിടിച്ച് വലിച്ച് വാങ്ങും. അപ്പം അവൾ പിടിച്ചോട്ടെ, അടങ്ങിയിരുന്നോട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ. പിന്നെ ഇതാ നമ്മൾ ഞാൻ മൊത്തം ഒന്ന് കറങ്ങി. കാര്യമായിട്ടൊന്നും വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല. യാമിക്ക് ഞാൻ പറഞ്ഞ പോലെ യാമിക്ക് കുറച്ച് സാധനം, യാമി അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓരോന്ന് പറഞ്ഞ് നമുക്ക് ഓൺലൈനിൽ നോക്കി ഇതിനേക്കാൾ റേറ്റ് കുറഞ്ഞ് കിട്ടും. അത് ആലോചിക്കുമ്പോൾ പിന്നെ നമുക്ക് ഷോപ്പിലൊന്നും പോയാൽ വാങ്ങിക്കാൻ തോന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ അതായത് അവിടുത്തെ സ്പൈസസിൻ്റെയൊക്കെ സെക്ഷനാണ് കേട്ടോ. പിന്നെ വലിയ ഓഫറൊന്നും അത്ര ഇതുണ്ടായിരുന്നു. ഈ സാധനം കണ്ടോ, നിങ്ങൾക്ക് ആർക്കും അറിയാം എന്തിനാ യൂസ് ചെയ്യാമെന്ന്. നമ്മളെ മാവിൻ്റെ മേലേക്ക് ഉണ്ടാകുന്ന പൂപ്പൽ പോലത്തെ ഒരു ഐറ്റമല്ലേ, അതാണ് സംഭവം. പിന്നെ ഇതാ ഫ്രൂട്ട്സ് സെക്ഷൻ. എന്തായാലും ഫ്രൂട്ട്സ് വേണമല്ലോ നമുക്ക്, ആയിട്ട് വേണം യാമിക്കൊക്കെ. നമ്മൾ ആ സെക്ഷനിൽ കയറി കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി. അവിടെ നിന്ന് കുറച്ച് യാനിക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് ആളിതാ ട്രോളിൽ തന്നെ ഇരുന്ന് തൂങ്ങിപ്പോയി ഉറങ്ങിയിട്ട്. ഞാനിട്ട് തോളിലൊക്കെ ഇട്ടു. പിന്നെ നമ്മളിവിടെ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കേക്കൊക്കെ വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് ഡോണറ്റ് എടുത്തു, കേക്ക് എടുത്തു. പിന്നെ നമ്മളെല്ലാം വാങ്ങിച്ച ഫുഡ് ഐറ്റംസൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി ഈറ്ററിൽ പോയി കഴിക്കുകയായിരുന്നു. അപ്പം ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് എന്താ ബീഫ് ലസാനിയാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. യാമിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. യാമി തന്നെയാണ് ഫുള്ള് കഴിച്ചത്. പിന്നെ നമ്മൾ ചിക്കൻ്റെ നഗ്ഗറ്റ്സും പിന്നെ ചിക്കൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്യൂബ് പോലത്തെ സംഭവം അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് കബ്സ എന്ന് പറഞ്ഞാൽ
നല്ല ക്വാണ്ടിറ്റി ഓഫ് ബീഫ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ബീഫ് ലസാനിയ യാമി ടേസ്റ്റ് ചെയ്യാണ്. യാമിക്ക് നല്ല ഇഷ്ടമായി, ഒരു ഭയങ്കര ടേസ്റ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ. ഇതൊക്കെ കണ്ട യാനിയാണെങ്കിലോ യാനിക്കെല്ലാം വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബണ്ണുണ്ടാവുമല്ലോ, ഐ മീൻ ഇതുണ്ടാവുമല്ലോ നമ്മളൊരു പപ്സ് പോലത്തെ ഒരു ഐറ്റം വാങ്ങിയിട്ട് അതിൽ ബണ്ണുണ്ടായിരുന്നു. അതിൽ പീസൊക്കെ എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്കിയൊന്നും കൊടുത്തിട്ട് കുറുക്കൊന്നും കൊടുത്തിട്ട് ആൾക്ക് വേണ്ട. അപ്പോൾ ഇത് വേറൊരു ഐറ്റം, അതൊന്നും കാണാൻ നല്ല ലുക്ക് ഉണ്ടായപ്പോൾ വാങ്ങിച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ബ്രെഡിൻ്റെ മേലെ ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നല്ല മേപ്പിൾ സിറപ്പോ എന്തോ ഒന്നും മേലെ കൂടെ ഇതാക്കിയിട്ടുള്ള കേട്ടോ. അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്തു. യാമിക്ക് എക്സ്പ്രഷൻ കാണാം, പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി യാമി ഓവർ എക്സ്പ്രഷൻ ഇട്ടതാട്ടത്. അങ്ങനെ ഇതാ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് യാമിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവൾ കഴിച്ചില്ല, ഞാൻ തന്നെ അയച്ച്. നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടിൻ്റെ ടൈമായിരുന്നു കേട്ടോ. ഏട്ടൻ ബാഗൊക്കെ വണ്ടി വെച്ചിട്ട് വരാം, നമുക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ബാഗൊക്കെ വണ്ടി വെക്കാൻ വേണ്ടി പോയി. പിന്നെ അതാ നമ്മൾ കുറേ യാമിയെ തന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നല്ല ഏരിയ ഉണ്ട് കേട്ടോ, പുറത്തിരിക്കാനൊക്കെ നല്ലൊരു വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു ടൈമായിരുന്നു. അതൊന്നും നിറയെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ കുറേ പേർക്ക് ഇരിക്കാനും നല്ല പുറത്തിറങ്ങിയിരിക്കാൻ നല്ലൊരു വൈബായിരുന്നു കേട്ടോ, മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട്. അപ്പം നമ്മളവിടേക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി നോക്കുക, എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എല്ലായിടന്ന് പോകാമെന്ന് ഓർത്തിട്ട് അപ്പോൾ